Jesus is saying, I have come to declare the year of Jubilee. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ. 2-3 things happened in the year of Jubilee. ഈ പ്രസാദ വർഷത്തിൽ 2-3 കാര്യങ്ങൾ സംഭവിക്കും. Number 1, ഒന്നാമത്തേത് 3 years no work. 3 വർഷം അവർ ഒരു വേലയും ചെയ്യേണ്ടതാവില്ല. Number 2, രണ്ടാമത്തേത് slaves were bought at that time. ആ സമയത്ത് അടിമകളെ വാങ്ങിച്ചിരുന്നവർ. But on the 49th year, എന്നാൽ 49ാമത്തെ വർഷം the slaves were allowed to go free. ആ അടിമകളായി വാങ്ങിക്കപ്പെട്ടവരെ സ്വതന്ത്രരായി അവരെ വിട്ടയക്കാം. You cannot charge anything. നിങ്ങൾക്ക് അവരുടെ മേൽ ഒന്നും ചുമത്തുവാൻ കഴിയില്ല. They are free. അവർ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവരാണ്. Though Jesus, when he said year of Jubilee, യേശു കർത്താവ് പറഞ്ഞു പ്രസാദ വർഷത്തിൽ, meaning you are going to be delivered freely. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഞാനും പൂർണ്ണമായി സ്വതന്ത്രരായി വിടുവിക്കപ്പെട്ടവരാത്രേ. From every type of bondage, every type of slavery, I have come to declare year of Jubilee, meaning no money to be spent, just believe and you will be free. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇനി യാതൊരു ബന്ധനത്തിനും കീഴിലുള്ളവരല്ല, നിങ്ങൾ അടിമത്തത്തിന്റെ കീഴിലുള്ളവരല്ല. ഈ യേശു കർത്താവെന്ന് വിശ്വസിക്കുമ്പോൾ സകല ബന്ധനങ്ങളിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ദൈവം തരും. Free of cost. സൗജന്യമായി.